വീട്ടിൽ താമസിക്കുന്നവർക്ക് പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ, വീട് ഭവനം എല്ലാ വിധത്തിലുള്ള പൈശാചിക ശല്യങ്ങളിൽ നിന്നും മുക്തമാവാൻ അതിലെ ഓരോ മെമ്പറും ശ്രദ്ധിച്ചാലേ നടക്കൂ. ഞാൻ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഭാര്യ ശ്രദ്ധിക്കണം, മക്കൾ ശ്രദ്ധിക്കണം, വീട്ടിൽ കയറുന്നവരൊക്കെ ശ്രദ്ധിക്കണം. എന്താ വേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ടേ കയറാവൂ. ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് ഒരാൾ കയറിയാൽ ഞാൻ ബിസ്മി ചൊല്ലിയാ ശൈത്താൻ പുറത്താണ്, ഞാൻ ബിസ്മി ചൊല്ലിയാ ശൈത്താൻ പുറത്താണ്. പക്ഷേ അതാ രണ്ടാമത് കയറി വരുന്നു വേറൊരാൾ, അയാൾ ബിസ്മി ചൊല്ലിയില്ല, ശൈത്താന് പ്രവേശനമുണ്ട്. കുടുംബങ്ങൾ ഇത് കുടുംബ സദസ്സാണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലാതെ കയറരുത്, എല്ലാ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ കൂടെ ശൈത്താനും പങ്കുപറ്റുന്നുണ്ട്. അവിടെ ലഹളകൾ ഉണ്ടാകും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സുഖമുണ്ടാവില്ല, എപ്പോഴും പോരാണ്, ബെഡ്റൂമിൽ ഇണക്കമില്ല, സ്നേഹമില്ല, അപ്പയും മക്കളും തമ്മിൽ എപ്പോഴും വഴക്കാണ്, കുടുംബങ്ങളിൽ സ്നേഹമില്ല, ഭദ്രതയില്ല. അമ്മായി അമ്മക്ക് മരുമകളെ കണ്ടുകൂടാ, മരുമകൾക്ക് അമ്മായി അമ്മയെ കണ്ടുകൂടാ. നാത്തൂൻ പോര് നടക്കുകയാണ്, ചക്കളത്തിപ്പോര് നടക്കുകയാണ്, ഇളയച്ചി മൂത്തച്ചി തർക്കം നടക്കുകയാണ്, ജ്യേഷ്ഠാനുജന്മാര് പരസ്പരം തല്ലിപ്പിരിയുകയാണ്. എന്തേ പ്രശ്നം? അവിടെ പിശാചിന്റെ വളതിലമാകാൻ കാരണക്കാരായിക്കൊണ്ട് നമ്മൾ അള്ളാന്റെ കലാം അവിടെ പാരായണം ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഇല്ലാതായി. അൽ ബഖറ സൂറത്ത് ഓതണേ, നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണേ. ഖുർആൻ ഓതുന്ന വീടുകളാവണം, അവിടെ ശൈത്താന് പ്രവേശനമുണ്ടാവില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ആണുങ്ങളൊക്കെ ജമാഅത്തിന് പള്ളിയിൽ പോയാലും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിലേക്ക് മാറ്റിവെക്കണം. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ നിസ്കാരം കാണാൻ കഴിയുന്നു, സുന്നത്തുകൾ പഠിപ്പിക്കാൻ പറ്റുന്നു. നമ്മുടെ വീട്ടിലതാ റബ്ബിന് ഇഷ്ടമില്ലാത്തത് പ്രദർശിപ്പിക്കരുത്. അവിടെ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോയോ അഴിഞ്ഞാട്ടക്കാരികളായ പെണ്ണുങ്ങളുടെ പാട്ടും കൂത്തും ഡാൻസുകളുമോ നമ്മുടെ വീടുകളിൽ ഉണ്ടാവല്ലേ. കാരണം ശൈത്താന്റെ വളനിലമായി നമ്മുടെ വീടുകൾ മാറും. മറിച്ച് ഒരു വീടിന്റെ സമാധാനം എന്ന് പറയുന്നത് അവിടെയുള്ള ഫർണിച്ചറുകൾ നോക്കിയിട്ടല്ല, വീട്ടിലെ അലങ്കാരങ്ങൾ നോക്കിയിട്ടല്ല. ഒരു വീട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവരുടെ ഈമാനാണ് ഭംഗി. നമ്മൾ അല്ലാഹുവോട് തേടണം, അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖൽബി വകരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. റബ്ബേ, എനിക്ക് ഈമാനിനോട് നല്ല ഇഷ്ടമുണ്ടാകണം, എൻ്റെ ഹൃദയം ഈമാൻ കൊണ്ട് അലങ്കരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാകരുത്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലും ഉണ്ടാകരുത്.